വിശദമായ വാർത്തകളിലേക്ക്. ഭിന്നതകൾ മറന്ന് സഹവർത്തിത്വത്തിന്റെ പാത സ്വീകരിക്കണമെന്ന് മക്കയിൽ നടക്കുന്ന അന്താരാഷ്ട്ര ഇസ്ലാമിക സമ്മേളനം ആഹ്വാനം ചെയ്തു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പണ്ഡിതരും പ്രമുഖ വ്യക്തികളും സമ്മേളനത്തിൽ പങ്കെടുത്തു. ഭരണാധികാരി സൽമാൻ രാജാവിന്റെ രക്ഷാകർതൃത്വത്തിൽ മുസ്ലിം വേൾഡ് ലീഗിന്റെ ആഭിമുഖ്യത്തിലാണ് അന്താരാഷ്ട്ര ഇസ്ലാമിക സമ്മേളനം നടക്കുന്നത്. മുസ്ലിങ്ങൾക്കിടയിൽ സഹവർത്തിത്വത്തിന്റെ പാത പണിയുക എന്നതാണ് മക്കയിൽ നടക്കുന്ന ദ്വിദിന സമ്മേളനത്തിന്റെ പ്രമേയം. വിവിധ മുസ്ലിം വിഭാഗങ്ങളിലെ പണ്ഡിതരും മുഫ്തിമാരും പ്രമുഖ വ്യക്തിത്വങ്ങളും സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. സാമുദായിക ഐക്യത്തിന് തടസ്സമാകുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ചും ഭീകരവാദത്തെ ഒരുമിച്ച് നേരിടുന്നതിനെക്കുറിച്ചും സമ്മേളനം ചർച്ച ചെയ്യുന്നുണ്ട്. മുസ്ലിം വേൾഡ് ലീഗ് സെക്രട്ടറി ജനറൽ ഷെയ്ഖ് മുഹമ്മദ് അൽ ഐസ സാമുദായിക ഐക്യത്തിന്റെ പ്രാധാന്യം എടുത്തു പറഞ്ഞു. يدركون براسخ علمهم وبحكمتهم أن التنوع المذهبي لا بد معه من استيعاب أمور كثيرة. ഭിന്നതകൾ മാറ്റിവെച്ച് മുസ്ലിം വിഭാഗങ്ങൾ മദ്ഹബുകൾ ഐക്യത്തിന്റെ പാത സ്വീകരിക്കണമെന്ന് ഉദ്ഘാടന സമ്മേളനം ആഹ്വാനം ചെയ്തു. സൗദി ഗ്രാൻഡ് മുഫ്തി ഷെയ്ഖ് അബ്ദുൽ അസീസ് ആലു ഷെയ്ഖിന്റെ പ്രസംഗം ഡോക്ടർ ഫഹദ് അൽ മാജിദ് സമ്മേളനത്തിൽ വായിച്ചു. വിവിധ മുസ്ലിം രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ സമ്മേളനത്തിൽ സംസാരിച്ചു. കേരളത്തിൽ നിന്നും ജാമിയ മർക്കസ് ഡയറക്ടറും സുന്നി യുവജന സംഘം സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ ഡോക്ടർ അബ്ദുൽ ഹക്കീം അസരി, KNM സംസ്ഥാന ഉപാധ്യക്ഷൻ ഡോക്ടർ ഹുസൈൻ മടവൂർ എന്നിവരും സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഖത്തറിൽ 2022 ട്രാഫിക് നിയമലംഘനങ്ങൾക്കുള്ള പിഴ തീർപ്പാക്കാൻ അവസരം. നിയമലംഘനങ്ങൾ പബ്ലിക് പ്രോസിക്യൂഷനിലേക്ക് റഫർ ചെയ്യുന്നതിന് മുൻപ് ഫോളോ അപ്പ് വിഭാഗത്തിലേക്ക് മാറ്റി തീർപ്പാക്കാമെന്ന് ആഭ്യന്തര മന്ത്രാലയത്തിലെ ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ട്രാഫിക് അറിയിച്ചു. പൊതുജനങ്ങൾക്ക് മെട്രാഷ് 2 ആപ്പിലൂടെ പിഴയടയ്ക്കാമെന്നും അതോറിറ്റി അറിയിച്ചു. SMS-ലൂടെ അറിയിപ്പ് ലഭിച്ച് 60 ദിവസത്തിനുള്ളിൽ പിഴ അടയ്ക്കണം. റമദാന് പ്രത്യേക കാഴ്ചകൾ ഒരുക്കി ഷാർജയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ. റമദാൻ നൈറ്റ്സിന് ഈ മാസം 22-ന് തുടക്കമാകും. ഷാർജ നിക്ഷേപ വികസന അതോറിറ്റിയുടെ കീഴിലാണ് പരിപാടികൾ നടക്കുക. രാജ്യത്തെ കുടുംബങ്ങൾക്കും സന്ദർശകർക്കും റമദാൻ മാസത്തിന്റെ പുണ്യം അനുഭവിച്ചറിയാനും വ്യത്യസ്ത സംസ്കാരങ്ങളുമായി ഇടപഴകാനുള്ള അവസരവുമാണ് അധികൃതർ ഒരുക്കിയിരിക്കുന്നത്. ഈ മാസം 22 മുതലാണ് ഷാർജയിലെ വിനോദ കേന്ദ്രങ്ങളിൽ റമദാൻ നൈറ്റ്സ് അരങ്ങേറുക. എമിറേറ്റിലെ വിവിധയിടങ്ങളിൽ വ്യത്യസ്തമായ നിരവധി പരിപാടികളാണ് ഇതിനോടനുബന്ധിച്ച് അധികൃതർ ഒരുക്കിയിരിക്കുന്നത്. സംഗീതത്തിന്റെയും പ്രത്യേക അലങ്കാര വെളിച്ചങ്ങളുടെയും അകമ്പടിയോടെയാണ് അൽമജാസ് വാട്ടർ ഫ്രണ്ടിലെയും ഖോർഫഖാൻ ബീച്ചിലെയും പരിപാടികൾ. പ്രത്യേക റമദാൻ മാർക്കറ്റ്, രുചി കേന്ദ്രങ്ങൾ, തത്സമയ സംഗീത പരിപാടി എന്നിവ അടങ്ങിയതാകും ഈ ദിവസങ്ങളിലെ അൽഹിറ ബീച്ചിലെ റമദാൻ രാവ്. പ്രത്യേക ബാർബക്യൂ, നോമ്പുതുറയും അറബിക് സംഗീതവും പാർക്കിലെ വിശേഷങ്ങളും എല്ലാം സമ്മേളിച്ചാണ് അൽ മുൻതസ പാർക്കിലെ റമദാൻ രാവുകൾ ഒരുക്കിയിട്ടുള്ളത്. ഖാലിദ് തടാകക്കരയിൽ നോമ്പു തുറക്കാനുള്ള അവസരമാണ് അൽനൂർ ദ്വീപിലെ ഇഫ്താർ ബൈ ദുബെ. UAE-യിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന മാർക്കറ്റിലെ പ്രത്യേക ഇഫ്താർ വിരുന്നാണ് ഹാർട്ട് ഓഫ് ഷാർജ പൈതൃക കേന്ദ്രത്തിൽ സന്ദർശകരെ കാത്തിരിക്കുന്നത്. സൂഖൽ അർസ, സൂഖൽ ജനാസിയ, സൂഖൽ സഖർ എന്നീ പരമ്പരാഗത മാർക്കറ്റുകളെ പരിചയപ്പെടുന്നതിനോടൊപ്പം ഷാർജ തടാകത്തിലെ ബോട്ട് യാത്രയും ആസ്വദിക്കാമെന്നും അധികൃതർ അറിയിച്ചു. ഷാർജ നിക്ഷേപ വികസന അതോറിറ്റിയുടെ കീഴിലാണ് പരിപാടികൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. 24 ഷാർജ. അബുദാബിയിൽ നോമ്പുതുറക്കെത്തിയ ആളെ കണ്ട് അത്ഭുതപ്പെട്ട മലയാളികൾ ഉൾപ്പെടെയുള്ളവർ. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നിഹാനാണ് അബുദാബി ഷെയ്ഖ് സായിദ് പള്ളിയിലെ നോമ്പുതുറയിൽ പങ്കെടുത്തത്. പ്രവാസികൾ ഉൾപ്പെടെയുള്ള ആയിരങ്ങളാണ് അബുദാബി ഷെയ്ഖ് സായിദ് പള്ളിയിലെ നോമ്പുതുറയിൽ പങ്കെടുക്കാനായി ഓരോ ദിവസവും പള്ളിയിലെത്താറുള്ളത്. സാധാരണക്കാരായ ഇവർക്കിടയിലേക്ക് കഴിഞ്ഞ ദിവസം കയറി വന്ന അതിഥിയെ കണ്ട ഇവരൊന്ന് ഞെട്ടി. സാക്ഷാൽ UAE-യുടെ പ്രസിഡന്റാണ് കൺമുന്നിൽ. പുഞ്ചിരിച്ച് സുഖമാണോ എന്ന് ഓരോരുത്തരോടും ചോദിച്ച് തികച്ചും സാധാരണക്കാരനെ പോലെ പ്രസിഡന്റ് കടന്നു വരുന്നു. തന്നെ കണ്ട് എഴുന്നേറ്റ ആളുകളോട് ഇരിക്കാൻ ഷെയ്ഖ് മുഹമ്മദ് ആംഗ്യം കാണിച്ചു. തങ്ങളീ കാണുന്നത് സത്യമാണോ എന്ന അമ്പരപ്പിലായിരുന്നു ഈ സമയം ചുറ്റുമുള്ളവർ. ഇവർക്കൊപ്പം ഇരുന്ന് നോമ്പ് തുറന്ന് പള്ളിയിലെ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പള്ളികളിലെത്തിയ ആളുകളുടെ കുശലം ചോദിച്ചാണ് പ്രസിഡന്റ് മടങ്ങിയത്. രാജ്യത്തെ ഏറ്റവും വലിയ പള്ളിയായ അബുദാബി ഷെയ്ഖ് സായിദ് ഗ്രാൻഡ് മോസ്കിൽ പ്രത്യേകം കമ്മിറ്റികളും ടീമുകളും നിശ്ചയിച്ചാണ് വിശ്വാസികൾക്ക് ഇഫ്താറിനുള്ള സൗകര്യമൊരുക്കി വരുന്നത്. ജീവനക്കാർക്കൊപ്പം റമദാനിൽ പ്രത്യേകം സേവനം ചെയ്യാൻ 580 വോളണ്ടിയർമാരെയും സജ്ജമാക്കിയിട്ടുണ്ട്. 24 അബുദാബി. സൗദിയിലെ റാബി KMCC-യുടെ ആഭിമുഖ്യത്തിൽ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. വിവിധ രാജ്യങ്ങളിൽ നിന്നായി 2000-ഓളം പേർ പങ്കെടുത്തു. കുഞ്ഞിക്കോയ തങ്ങൾ, ഗഫൂർ ചേലാമ്പ്ര, ഷാഫി തോത, മൊയ്തീൻ കോയ പുകയൂർ, തൗഹാദ് മേൽമുറി തുടങ്ങിയവർ നേതൃത്വം നൽകി.
KMCC ഖത്തർ പാലക്കാട് ജില്ലാ ഇഖ്തിസാബ് റമദാൻ ക്യാമ്പയിന്റെ ഭാഗമായി ജില്ലയിലെ തെരഞ്ഞെടുത്ത പ്രവർത്തകർക്കും കൌൺസിലർമാർക്കുമായി ഇഫ്താർ സംഗമം നടത്തി. KMCC ഖത്തർ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ സമദ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ജനറൽ സെക്രട്ടറി സലീം നാലകത്ത് ഇഖ്തിസാബ് ബ്രോഷർ പ്രകാശനം ചെയ്തു. പ്രവാസി ലീഗൽ സെൽ കുവൈറ്റ് ചാപ്റ്റർ 2024-25 വർഷത്തെ ഭാരവാഹികളെ പ്രഖ്യാപിച്ചു. PLC കുവൈറ്റ് കൺട്രി ഹെഡ് ചുമതല വഹിച്ചിരുന്ന ബാബു ഫ്രാൻസിസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ചാപ്റ്റർ പ്രസിഡന്റായി ബിജു സ്റ്റീഫനെയും ജനറൽ സെക്രട്ടറിയായി ഷൈജത്തിനെയും തെരഞ്ഞെടുത്തു. ട്രഷററായി രാജേഷ് ഗോപി, രക്ഷാധികാരി ജയകുമാർ, കോർഡിനേറ്റർമാരായി അനിൽ മൂടാടി, ഉപദേശക സമിതി അംഗങ്ങളായി ഗംഗൈ ഗോപാൽ, അഡ്വക്കേറ്റ് റെക്സി വില്യംസ്, ഡോക്ടർ ഷാജു PS എന്നിവരെയും തെരഞ്ഞെടുത്തു. മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസും ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനുമായിരുന്ന ജസ്റ്റിസ് KG ബാലകൃഷ്ണനാണ് പ്രവാസി ലീഗൽ സെല്ലിന്റെ രക്ഷാധികാരി. കുവൈറ്റിൽ വിദേശികൾക്ക് കുടുംബ സന്ദർശക വീസ അനുവദിക്കുന്നത് പ്രാബല്യത്തിലായിരിക്കെ സന്ദർശക വീസ നിയമം ലംഘിക്കുന്നവർക്ക് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ മുന്നറിയിപ്പ്. ഒരാളെ സന്ദർശക വീസയിൽ കൊണ്ടുവരികയും കാലാവധി അവസാനിച്ചാൽ സന്ദർശകന് വീണ്ടും ഒരാഴ്ച സമയം അനുവദിക്കും. ഈ ഒരാഴ്ചയ്ക്കുള്ളിൽ പിഴയടച്ച് രാജ്യം വിട്ടില്ലെങ്കിൽ സന്ദർശകനെയും ആളെ കൊണ്ടുവന്ന വിദേശിയെയും നാടുകടത്തുമെന്ന് അധികൃതർ വ്യക്തമാക്കി. കുവൈറ്റിലെ പത്തനംതിട്ട ജില്ലാ ക്രിക്കറ്റ് ടീമായ റോയൽ സ്ട്രൈക്കേഴ്സ് ടീം അംഗങ്ങളുടെ കുടുംബസംഗമവും കുവൈറ്റ് കേരള ഡിസ്ട്രിക്ട് ലീഗ് സീസൺ 2 ക്രിക്കറ്റ് ടൂർണമെന്റിൽ വിജയികളായതിന്റെ ആഘോഷവും സംഘടിപ്പിച്ചു. അബാസിയ ചാച്ചൂസ് ഹാളിൽ നടന്ന കുടുംബസംഗമം സെന്റ് ഗ്രിഗോറിയസ് ഇന്ത്യൻ ഓർത്തഡോക്സ് മഹാ ഇടവകയുടെ സഹവികാരി റവറൻ ഫാദർ ലിജു കെ പൊന്നച്ചൻ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് ദീപക് അലക്സ് പണിക്കർ അധ്യക്ഷനായി. ടീം ക്യാപ്റ്റൻ പ്രശാന്ത് KP, എബ്രഹാം ജോൺ, മാത്യു എന്നിവർ ആശംസകൾ നേർന്നു. കോശി, ദിലീപ്, രാഹുൽ, ദിനേശ് എന്നിവർ നേതൃത്വം നൽകി. വാർത്തയിലേക്ക്. ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും വ്യാഴാഴ്ചയ്ക്കകം വെളിപ്പെടുത്തണമെന്ന് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് സുപ്രീം കോടതിയുടെ അന്ത്യശാസനം. എല്ലാ കാര്യങ്ങളും പുറത്തുവിട്ട ശേഷം സത്യവാങ്മൂലം സമർപ്പിക്കണം. കേസ് പരിഗണിക്കവെ ഇന്നും SBIക്കെതിരെ രൂക്ഷ വിമർശനമാണ് കോടതി ഉന്നയിച്ചത്. കോടതി വിധി തൽപര കക്ഷികൾ ദുരുപയോഗം ചെയ്യുകയാണെന്ന് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ പരാതിപ്പെട്ടു. വിവരങ്ങൾ വെളിപ്പെടുത്തുന്നതിലെ സാങ്കേതികതയാണ് ഇന്നും SBI ഉന്നയിച്ചത്. ആൽഫ ന്യൂമറിക് നമ്പരും സീരിയൽ നമ്പരും അടക്കം വെളിപ്പെടുത്തുന്നത് പ്രസക്തമല്ലെന്നായിരുന്നു SBI വാദം. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഭരണഘടനാ ബെഞ്ച് SBI വാദങ്ങളെ ഇന്നും രൂക്ഷമായി വിമർശിച്ചു. ഭരണഘടനാ ബെഞ്ചിന്റെ ഉത്തരവിലെ നിർദ്ദേശങ്ങളാണ് പൂർണ്ണമായും പാലിക്കപ്പെടാത്തത്. ഓരോ തവണയും വ്യത്യസ്ത ഘടകങ്ങൾ പരസ്യപ്പെടുത്താൻ നിർദ്ദേശിക്കേണ്ടതായി വരുന്നു. പ്രത്യേകം ഉത്തരവുകൾ ആവർത്തിച്ച് നൽകണമെന്നത് ഒട്ടും ഉചിതമല്ല. സുപ്രീം കോടതി ഉത്തരവ് പാലിക്കാൻ SBI ചെയർമാൻ ബാധ്യസ്ഥനാണ്. ആൽഫ ന്യൂമറിക് നമ്പർ, സീരിയൽ നമ്പർ ഉൾപ്പെടെ എല്ലാ വിവരങ്ങളും പ്രസിദ്ധീകരിക്കണം. വ്യാഴാഴ്ചയ്ക്ക് മുമ്പ് ഇത് പാലിച്ച് സത്യവാങ്മൂലം സമർപ്പിക്കാനും കോടതി നിർദ്ദേശിച്ചു. ഇലക്ട്രൽ ബോണ്ട് വിധി വേട്ടയാടാൻ ഉപയോഗിക്കുന്നതായി കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചു. ഹർജിക്കാർ മാധ്യമങ്ങൾ വഴി വിധിയെ വേട്ടയാടലിനുള്ള ആയുധമാക്കുകയാണെന്നായിരുന്നു സോളിസിറ്റർ ജനറലിന്റെ ആരോപണം. ആരെയും വേട്ടയാടാനല്ല, ഭരണഘടനാ ബെഞ്ചിന്റെ വിധിയും ഭരണഘടനാ താൽപര്യങ്ങളും സംരക്ഷിക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് സുപ്രീം കോടതി പറഞ്ഞു. ബോണ്ടുകളുടെ സീരിയൽ നമ്പർ വെളിപ്പെടുത്താനുള്ള നിർദ്ദേശത്തിനെതിരെ വ്യവസായികളുടെ കൂട്ടായ്മ ഇടപെടാൻ നടത്തിയ നീക്കം വ്യക്തമായ അപേക്ഷകൾ സമർപ്പിക്കാത്ത സാഹചര്യത്തിൽ സുപ്രീം കോടതി അംഗീകരിച്ചില്ല. R. രാധാകൃഷ്ണൻ, 24, ഡൽഹി. തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക്. Co-sponsored by Durashine Roof and Wall Sheets, ഒരു ടാറ്റ ബ്ലൂ സ്കോപ്പ് സ്റ്റീൽ ഉൽപ്പന്നം. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പ്രമുഖരുടെ പിന്തുണ ഉറപ്പാക്കാനുള്ള മുന്നണികളുടെ ശ്രമത്തിനിടെ തൃശൂരിൽ വിവാദം. സുരേഷ് ഗോപിക്ക് വേണ്ടി കലാമണ്ഡലം ഗോപിയെ സ്വാധീനിക്കാനും പലരും ശ്രമിക്കുന്നുണ്ടെന്ന് മകൻ രഘു വെളിപ്പെടുത്തി. ഇലക്ഷൻ കമ്മീഷൻ അംബാസഡറായ ടൊവിനോയുടെ ചിത്രം വച്ചുള്ള ഡിജിറ്റൽ പോസ്റ്റർ താരത്തിന്റെ അതൃപ്തിയെ തുടർന്ന് VS സുനിൽകുമാറിന് പിൻവലിക്കേണ്ടി വന്നു. വിശദീകരണവുമായി സ്ഥാനാർത്ഥികൾ രംഗത്തെത്തി. പൗരപ്രമുഖരെ ഒപ്പം നിർത്താൻ സ്ഥാനാർത്ഥികളുടെ നെട്ടോട്ടം. ഇതിനിടെയാണ് തൃശൂരിൽ 2 ഫേസ്ബുക്ക് പോസ്റ്റുകൾ ചർച്ചയായത്. സുരേഷ് ഗോപിക്ക് വേണ്ടി രംഗത്തിറങ്ങാൻ അടുത്ത ബന്ധമുള്ള ഡോക്ടർ കലാമണ്ഡലം ഗോപിയെ നിർബന്ധിച്ചെന്നും പത്മഭൂഷണൊക്കെ വേണ്ടേ എന്നായിരുന്നു പ്രലോഭനമെന്നും മകൻ രഘു ഫേസ്ബുക്കിൽ കുറിച്ചു. ആ ഗോപിയല്ല ഈ ഗോപിയെന്നും BJPക്കാരും കോൺഗ്രസും വോട്ട് ചോദിച്ചു വരേണ്ടതില്ലെന്നുമുള്ള കുറിപ്പ് ചർച്ചയായതോടെ രഘു പിൻവലിച്ചു. പ്രചാരണത്തിന്റെ ഭാഗമായി ആരെയൊക്കെ കാണണമെന്ന് തീരുമാനിക്കുന്നത് പാർട്ടിയാണെന്നും പാർട്ടി പറഞ്ഞാൽ ഗോപിയാശാനെ കാണുമെന്നും സുരേഷ് ഗോപി. എപ്പോൾ കണ്ടാലും ഒരു ഗുരുവിനെ കണ്ട് വണങ്ങുന്നത് പോലെ, തൊട്ട് വണങ്ങുന്നത് പോലെ വണങ്ങിയിട്ടുണ്ട്. ഇനിയും അത് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. എനിക്കറിയത്തില്ല ഇപ്പോഴും ഇത് അദ്ദേഹത്തിൻ്റെ മനസ്സാണോ, അദ്ദേഹം അറിയിച്ചതാണോ എന്ന് എനിക്ക് അറിയത്തില്ല. ഞാനത് അന്വേഷിക്കില്ല. കഴിഞ്ഞ ദിവസം ഷൂട്ടിംഗ് സെറ്റിലെത്തിയ ടൊവിനോ തോമസിനെ കണ്ട ശേഷമാണ് LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാർ ഇരുവരും ഒന്നിച്ചുള്ള ചിത്രം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത്.
ഇലക്ഷൻ കമ്മീഷന്റെ അംബാസിഡറായ തന്റെ ചിത്രം പ്രചാരണത്തിന് ഉപയോഗിക്കരുതെന്ന് താരം അറിയിച്ചതോടെ പോസ്റ്റ് പിൻവലിച്ചു. തെരഞ്ഞെടുപ്പ് ചിഹ്നം ചിത്രത്തിൽ ഉൾപ്പെടുത്തിയതാണ് വിയോജിപ്പിന് കാരണമായതെന്ന് സുനിൽകുമാറിന്റെ വിശദീകരണം. ഫോട്ടോ നമ്മുടെ ആളുകളുടെ എടുത്തിട്ടപ്പോൾ ചിഹ്നടക്കമുള്ള ഫോട്ടോ ഇട്ടു, ഒരു പ്രചരണ ഫോട്ടോ പോലെ ഇട്ടു. അപ്പം ഞാനും ടോവിനും കൂടി ഒന്നിച്ചുള്ള ഫോട്ടോ ഇടുന്നതിൽ പ്രശ്നം ഉണ്ടായിരുന്നില്ല. അത് അയാൾ ഇലക്ഷൻ കമ്മീഷൻ്റെ ബ്രാൻഡ് അംബാസിഡറാണെന്ന് നമുക്ക് അറിയണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അപ്പം തന്നെ അത് നമ്മുടെ ആളുകളോട് നിർദ്ദേശം കൊടുത്തു, ഇടുന്നു പറഞ്ഞു. അത് പിൻവലിക്കുകയും ചെയ്തു. അതിൽ പ്രശ്നങ്ങളില്ല. ഇപ്പോൾ സുരേഷ് ഗോപിയെ വിമർശിച്ച CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, അല്ല, അവരൊക്കെ ശ്രമിക്കുമല്ലോ സ്വാഭാവികമായിട്ടും. ഓരോ വിഭാഗവും ഓരോരുത്തരെയും കണ്ട് അവരുടെ ഭാഗമാക്കി മാറ്റാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. ആ ശ്രമം നടത്തിയാൽ ആ ശ്രമത്തിന് വിധേയപ്പെടുക എന്നുള്ളതാണല്ലോ പല സ്ഥലത്തും കണ്ടുകൊണ്ടിരിക്കുന്ന ചിത്രം. അത് കേരളത്തിൽ അത്രത്തോളം ഇല്ല എന്നുള്ളതിൻ്റെ തെളിവാണ് ഗോപിയാശന്റെ മകന്റെ പോസ്റ്റിലൂടെ മനസ്സിലാകുന്നത്. സുരേഷ് ഗോപിക്കെതിരെ വ്യാജ വാർത്തകളുടെ കുത്തൊഴുക്കാണെന്ന BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ. ഇത്തരം പ്രചാരണങ്ങൾക്ക് നിമിഷങ്ങളുടെ ആയുസ് പോലുമില്ലെന്നും K സുരേന്ദ്രൻ പറഞ്ഞു. 24 തൃശൂർ. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചെന്നാരോപിച്ച് തൃശൂരിലെ LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാറിനെതിരെ പരാതി. NDA തൃശൂർ ജില്ലാ കോർഡിനേറ്ററാണ് കളക്ടർക്ക് പരാതി നൽകിയത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അംബാസിഡറായ ടൊവിനോ തോമസിനൊപ്പമുള്ള ചിത്രങ്ങൾ പ്രചരിപ്പിച്ചത് ചട്ടലംഘനമാണെന്ന് പരാതിയിൽ പറയുന്നു. ആലത്തൂരിലെ LDF സ്ഥാനാർത്ഥി K രാധാകൃഷ്ണന് വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ച കലാമണ്ഡലം ഗോപി. കലാമണ്ഡലത്തിന് വേണ്ട എല്ലാ സഹായവും നൽകിയ മന്ത്രി ജനങ്ങളെ സഹായിക്കുന്ന ആളാണ്. K രാധാകൃഷ്ണന് ഉന്നത വിജയം നൽകണമെന്നും കലാമണ്ഡലം ഗോപി വീഡിയോയിലൂടെ അഭ്യർത്ഥിച്ചു. നമസ്കാരം പ്രിയപ്പെട്ടവരെ, ഞാൻ കലാമണ്ഡലം ഗോപി. ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഒരു അഭ്യർത്ഥനയായിട്ടാണ് ഇപ്പോൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത്. മറ്റൊന്നുമല്ല, നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി, ദേവസ്വം മന്ത്രി K രാധാകൃഷ്ണൻ ഇത്തവണ ലോകസഭയിലേക്ക് ആലത്തൂർ മണ്ഡപത്തിൽ നിന്ന് സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ജനങ്ങളോടുള്ള പെരുമാറ്റത്തിനെ സംബന്ധിച്ചും എനിക്ക് നല്ലപോലെ ബോധ്യമുണ്ട്. ആ ബോധ്യത്തിൻ്റെ പേരിലാണ് ഇത്രയും നിങ്ങളോട് ധൈര്യസമേതം വോട്ട് അപേക്ഷിക്കുക എന്ന പേരിൽ നിങ്ങളെ അഭിമുഖീകരിക്കുന്നത്. ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള, വ്യക്തിപരമായി പറയാനുള്ള ഒരു കാര്യം. അത് സന്തോഷം. ദക്ഷിണേന്ത്യയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രചാരണത്തിനിറക്കി BJP. ഇന്ന് 3 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിൽ മോദി പങ്കെടുത്തു. വൈകിട്ട് കോയമ്പത്തൂരിൽ റോഡ് ഷോയിലും പങ്കെടുത്തു. ദക്ഷിണേന്ത്യ പിടിക്കാൻ BJP പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തന്നെയാണ് കളത്തിലിറക്കിയിട്ടുള്ളത്. മോദി പ്രഭാവത്തിൽ ദക്ഷിണേന്ത്യയിൽ നിന്നും പരമാവധി സീറ്റുകൾ നേടുകയാണ് ലക്ഷ്യം. ഇന്ന് തെലങ്കാന, കർണാടക, തമിഴ്നാട് സംസ്ഥാനങ്ങളിലാണ് മോദി എത്തിയത്. നാളെ പാലക്കാട്ടും സേലത്തും തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിൽ നരേന്ദ്രമോദി പങ്കെടുക്കും. തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിലെത്തിയ പ്രധാനമന്ത്രി മേട്ടുപ്പാളയം റോഡ് മുതൽ RS പുരം വരെ റോഡ് ഷോ നടത്തി. തുടർന്ന് RS പുരത്ത് 1998 സ്ഫോടനത്തിൽ മരിച്ചവരുടെ സ്മാരകത്തിൽ പുഷ്പാർച്ചനയും നടത്തി. അതിനിടെ പാട്ടാളി മക്കൾ കക്ഷി NDA സഖ്യത്തിനൊപ്പം ചേർന്നു. നാളെ സേലത്ത് വെച്ച് PMK നേതാക്കൾ പ്രധാനമന്ത്രിയെ കാണും. നരേന്ദ്രമോദിയുടെ കേരളത്തിലെ ആദ്യ റോഡ് ഷോ നാളെ പാലക്കാട്ട് നടക്കും. 24 ചെന്നൈ. മുംബൈയിലെ ശിവജി പാർക്കിൽ രാഹുൽ ഗാന്ധി നടത്തിയ ശക്തി പരാമർശം വിവാദമാക്കി BJP. രാജ്യത്തെ നാരീശക്തിക്കെതിരെ ഇന്ത്യ മുന്നണി പോരാട്ടം പ്രഖ്യാപിച്ചിരിക്കുകയാണെന്നും അതിനെ പ്രതിരോധിക്കുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. താനും പറഞ്ഞ സത്യത്തെ വളച്ചൊടിക്കുകയാണെന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം. हिंदू धर्म में शक्ति शब्द होता है. हम शक्ति से लड़ रहे हैं, एक शक्ति से लड़ रहे हैं. अब सवाल उठता है वो शक्ति क्या है. जैसे किसी ने यहाँ कहा राजा की आत्मा EVM में है. ഭാരത് ജോഡോ ന്യായ് യാത്രയുടെ സമാപനവുമായി ബന്ധപ്പെട്ട് ഇന്ത്യ മുന്നണി നേതാക്കളെ അണിനിരത്തി രാഹുൽ നടത്തിയ ഈ പ്രസംഗമാണ് വിവാദത്തിന് തുടക്കം. EVM-നെയും ED-യും CBI-യും അടക്കം കേന്ദ്ര ഏജൻസികളെയും മോദി സർക്കാർ എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് ചൂണ്ടിക്കാട്ടിയുള്ള വിമർശനമായിരുന്നു രാഹുലിൻ്റേത്. എന്നാൽ തെലങ്കാനയിലെ റാലിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതേ ശക്തി പരാമർശത്തെ തിരിച്ചു പ്രയോഗിച്ചു. അമ്മ പെങ്ങന്മാരും പെൺമക്കളുമാണ് തനിക്ക് ശക്തി. നാരീശക്തിക്കെതിരെയുള്ള വെല്ലുവിളി ഏറ്റെടുക്കുന്നതായി മോദി പറഞ്ഞു. इंडी अलायंस के लोग अब इसी शक्ति को कुचलना चाहते हैं, तबाह करना चाहते हैं, समाप्त करना चाहते हैं. इन्हें
मां भारती की बढ़ती हुई शक्ति से नफरत हो रही है. സനാതനധർമ്മത്തെ ഉദയനിധി സ്റ്റാലിൻ അപമാനിച്ചതുപോലെ രാഹുൽ ഹിന്ദുത്വത്തെ അപമാനിക്കുകയാണെന്ന് വിവാദമുയർത്തി കൂടുതൽ BJP നേതാക്കളും രംഗത്തെത്തി. വിവാദം കനത്തതോടെ രാഹുൽ എക്സ് പ്ലാറ്റ്ഫോമിൽ മറുപടി കുറിച്ചു. തന്റെ വാക്കുകളെ വളച്ചൊടുക്കുകയാണെന്നും താൻ പറഞ്ഞത് സത്യമാണെന്ന് മോദിക്കും അറിയാമെന്നും രാഹുൽ എഴുതി. താൻ ശക്തി എന്ന് വിശേഷിപ്പിച്ചത് മോദിയുടെ മുഖംമൂടിയാണ്. മോദി അനീതിയുടെയും അസത്യത്തിന്റെയും ശക്തിയാണെന്നും രാഹുൽ കുറിച്ചു. ഇപ്പോൾ നാരി ശക്തിയെക്കുറിച്ച് പറയുന്ന BJP രാജ്യത്ത് സ്ത്രീകൾ ബലാത്സംഗം ചെയ്യപ്പെട്ടപ്പോൾ ശക്തിയെക്കുറിച്ച് ഓർത്തില്ലേ എന്ന് കോൺഗ്രസ് നേതാവ് പവൻ ഖേരയും ചോദിച്ചു. RJDയും ആപ്പുമടക്കം പാർട്ടികൾ വിവാദത്തിൽ രാഹുലിന് പിന്തുണ നൽകുകയാണ്. 24 മുംബൈ. പൊതുതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഉദ്യോഗസ്ഥ തലത്തിൽ അഴിച്ചുപണിയുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 6 സംസ്ഥാനങ്ങളിലെ ആഭ്യന്തര സെക്രട്ടറിമാരെ മാറ്റാൻ ഉത്തരവിട്ടു. പശ്ചിമബംഗാളിൽ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ വിശ്വസ്തനായ DGP രാജീവ് കുമാറിനെയും മാറ്റി. വിവേക് സഹായിയാണ് പശ്ചിമബംഗാളിന്റെ പുതിയ പോലീസ് മേധാവി. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് രഹസ്യാന്വേഷണ ഏജൻസികൾ നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നടപടി. പശ്ചിമ ബംഗാളിലെ നിലവിലുള്ള സാഹചര്യം സംഘർഷഭരിതമാണെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിലയിരുത്തൽ. അവിടെ വിന്യസിക്കുന്ന കേന്ദ്രസേനയുമായി ചേർന്ന സംസ്ഥാന പോലീസിന്റെ പ്രവർത്തനം തെരഞ്ഞെടുപ്പ് കാലത്ത് ആക്ഷേപമുക്തമാക്കുക എന്നതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ലക്ഷ്യം. മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ വിശ്വസ്തനായ രാജീവ് കുമാറിന് പകരം അദ്ദേഹത്തിന്റെ തൊട്ടു ജൂനിയറായ ഉദ്യോഗസ്ഥൻ DGP പദവി വഹിക്കും. ഇക്കാര്യം വ്യക്തമാക്കി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവും പുറപ്പെടുവിച്ചു. ഗുജറാത്ത്, ഉത്തർപ്രദേശ്, ബീഹാർ, ജാർഖണ്ഡ്, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ ആഭ്യന്തര സെക്രട്ടറിമാർക്കും സ്ഥാനം നഷ്ടമായി. 6 സംസ്ഥാനങ്ങളിലെ ആഭ്യന്തര സെക്രട്ടറിമാരോടും സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കാനുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവ് അവർ ഉച്ചയോടുകൂടി കൈപ്പറ്റി. കൂടാതെ ഉത്തരാഖണ്ഡ്, ഹിമാചൽ സംസ്ഥാനങ്ങളിലെ പൊതുഭരണ സെക്രട്ടറിമാർക്കും സ്ഥാനം നഷ്ടമായി. വരും ദിവസങ്ങളിൽ കൂടുതൽ ഉദ്യോഗസ്ഥർക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടികൾ ഉണ്ടാകും. R രാധാകൃഷ്ണൻ, 24 ഡൽഹി. BJP ബന്ധത്തിന്റെ പേരിൽ LDF UDF വാക്പോര് തുടരുന്നു. BJP പുകഴ്ത്തിപ്പറയാൻ EP ജയരാജനെ ചുമതലപ്പെടുത്തിയത് മുഖ്യമന്ത്രിയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. BJP ജയിച്ചാൽ സന്തോഷിക്കുന്ന പാർട്ടിയായി CPM മാറിയെന്ന് രമേശ് ചെന്നിത്തലയും കുറ്റപ്പെടുത്തി. കാസർഗോഡ് UDF BJPയുമായി ഒത്തുകളിക്കുകയാണെന്ന് CPIM ആരോപിച്ചു. സർവം ഒത്തുകളിയെന്ന് പരസ്പരമുള്ള ആരോപണം. BJP സ്ഥാനാർത്ഥികൾ മികച്ചവരെന്ന് EP പറഞ്ഞത് ആവർത്തിച്ചുന്നയിക്കുകയാണ് കോൺഗ്രസ്. കേരളത്തിൽ മാത്രമുള്ള CPIM BJPയെ താഴെയിറക്കുന്നത് എങ്ങനെയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശിന്റെ പരിഹാസം. എണ്ണിക്കാവുന്ന സ്ഥലത്തല്ലേ മത്സരിക്കുന്നുള്ളൂ. ബംഗാളിലൊക്കെ മത്സരിച്ചിട്ട് വല്ല കാര്യമുണ്ട്. 4ാമത്തെ 5ാമത്തെ സ്ഥാനത്താണ് മത്സരിച്ചിട്ട്. ആകെ എത്ര സ്ഥലത്തും മത്സരിക്കുന്നുണ്ട്. അത് ഇവരെയാണോ നരേന്ദ്രമോദി താഴെ ഇറക്കാൻ പോകുന്നത്? ചുമ്മാ വെറുതെ പറയാം. EPയുടെ പ്രസ്താവനയിലൂടെ CPIMന്റെ ഉദ്ദേശം വ്യക്തമായെന്ന് രമേശ് ചെന്നിത്തല. LDF കൺവീനർ EP ജയരാജന്റെ പ്രസ്താവന ലാഘവത്തോടെ കാണാൻ കഴിയില്ല. മുഖ്യമന്ത്രി ഇതുവരെ അതിനെപ്പറ്റി തള്ളി പറഞ്ഞിട്ടില്ല. പാർട്ടി സെക്രട്ടറി തള്ളി പറഞ്ഞിട്ടില്ല. വടകരയിൽ CPIM BJP പരസ്യധാരണയെന്ന് UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ ആരോപിച്ചു. മോദിയെ വിമർശിക്കാൻ പിണറായി വിജയന് പേടിയാണെന്ന് KC വേണുഗോപാൽ. പിണറായി ഒരു വരി മോഡിയെക്കുറിച്ച് മിണ്ടുന്നുണ്ട്. ഞാൻ കേട്ടു ഞാൻ ഇവിടെ വന്ന് മുഴുവൻ രാഹുൽ ഗാന്ധിയെക്കുറിച്ച് പറയാണത്. എന്താ മോഡിക്കെതിരെ പറയാത്തത്? ആ പറയാൻ ധൈര്യം കാണിക്കുന്ന ആരാണ് ഇന്ത്യയിൽ? രാഹുൽ ഗാന്ധി. കാസർഗോഡ് UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ BJPയുമായി നീക്കുപോക്കിന് ശ്രമിക്കുകയാണെന്ന് CPIM ആക്ടിംഗ് ജില്ലാ സെക്രട്ടറിയും MLAയുമായ CH കുഞ്ഞമ്പു ആരോപിച്ചു. ചെറിയ തോതിൽ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് ആയാലും ഒരു കാര്യമൊന്നുമില്ല. അല്ലാതെ ഉണ്ണിത്താനെ ജയിപ്പിക്കാൻ വേണ്ടി BJP വല്ലാണ്ട് വേർക്കുമോന്നൊന്നും എനിക്ക് തോന്നുന്നില്ല ഇന്നത്തെ കാലത്ത്. BJPയുടെ ജനവിരുദ്ധ നയങ്ങളെ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും വെള്ളപൂശുന്നുവെന്ന് DYFI സംസ്ഥാന സെക്രട്ടറി VK സനോജ് കുറ്റപ്പെടുത്തി. 24 തിരുവനന്തപുരം. പൗരത്വ നിയമ ഭേദഗതിക്കെതിരായ പ്രതിഷേധ കേസുകൾ പിൻവലിക്കാൻ തിരക്കിട്ട നീക്കവുമായി സർക്കാർ. നടപടികൾ പൂർത്തിയായെന്ന് ഉറപ്പാക്കണമെന്ന് ചൂണ്ടിക്കാട്ടി ആഭ്യന്തര വകുപ്പ് ഉത്തരവിറക്കി. കേസുകൾ പിൻവലിക്കാത്തത് പ്രതിപക്ഷം ആയുധമാക്കിയതിന് പിന്നാലെയാണ് സർക്കാരിന്റെ തിരക്കിട്ട നടപടി. പൗരത്വ നിയമം നടപ്പിലാക്കില്ലെന്ന് നിലപാടെടുത്ത സർക്കാർ പ്രതിഷേധക്കാർക്കെതിരെ എടുത്ത കേസുകൾ പിൻവലിക്കാത്തത് ഇരട്ടത്താപ്പെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ വിമർശനം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പ്രതിപക്ഷം ഇത് ആയുധമാക്കുകയാണ്. ഇതിന് പിന്നാലെയാണ് പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്ത കൂടുതൽ കേസുകൾ പിൻവലിക്കാൻ ജില്ലാ പോലീസ് മേധാവിമാർക്ക് നിർദ്ദേശം നൽകി സംസ്ഥാന സർക്കാർ ഉത്തരവിറക്കിയത്. ആഭ്യന്തര സെക്രട്ടറി പുറപ്പെടുവിച്ച ഉത്തരവിൽ നേരത്തെ പിൻവലിക്കാൻ ഉത്തരവിട്ട കേസുകളുമായി ബന്ധപ്പെട്ട അപേക്ഷകൾ കോടതിയിൽ എത്തിയോ എന്ന് ഉറപ്പാക്കാനും നിർദ്ദേശമുണ്ട്. സംസ്ഥാനത്ത് CAA വിരുദ്ധ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട ആകെ 835 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ ബഹുജന പ്രക്ഷോഭത്തിനും CPIM തീരുമാനിച്ചിട്ടുണ്ട്. 24 തിരുവനന്തപുരം.
പേരാമ്പ്ര അനു കൊലക്കേസിലെ പ്രതി മുജീബിന് വധശിക്ഷ നൽകണമെന്ന് ഇയാൾ ഒന്നാം പ്രതിയായ ബലാത്സംഗ കേസിലെ അതിജീവിത. അതിക്രൂരമായി തന്നെ പീഡിപ്പിച്ചയാൾക്ക് ശിക്ഷ ലഭിച്ചിരുന്നെങ്കിൽ മറ്റൊരു യുവതിക്ക് ജീവൻ നഷ്ടപ്പെടില്ലായിരുന്നു എന്നും അതിജീവിത പറഞ്ഞു. അനു കൊലക്കേസിൽ മുജീബിനെ പോലീസ് പിടികൂടുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. ബലാത്സംഗ കേസിൽ മുജീബിന്റെ ജാമ്യം റദ്ദാക്കാൻ പോലീസ് കോടതിയിൽ ആവശ്യപ്പെടും. 2020 കോഴിക്കോട് മുത്തേരിയിൽ വയോധികയെ കൈകാലുകൾ കെട്ടിയിട്ട് ബലാത്സംഗം ചെയ്ത ശേഷം കവർച്ച നടത്തിയ കേസിൽ ഒന്നാം പ്രതിയാണ് മുജീബ്. അന്ന് മുജീബ് ശിക്ഷിക്കപ്പെട്ടിരുന്നുവെങ്കിൽ പേരാമ്പ്രയിലെ അനുവിന് ജീവൻ നഷ്ടപ്പെടില്ലായിരുന്നുവെന്ന് അതിജീവിത പറയുന്നു. ഇങ്ങനൊക്കെയും ചെയ്യുകയും ചെയ്ത് ഓനെ പിന്നെ ജാമ്യത്തിൽ വിട്ടിട്ടല്ലേ ഇവന് പിന്നെയും പോയി ഇന്നലപ്പോൾ പെണ്ണെയും കൊല്ലാനുണ്ടായത്. ഇന്നിപ്പോൾ അത് ചെയ്ത് വെച്ച് നാളെ ഓന് മറ്റൊരു വന്ന് ജാമ്യം ചോദിച്ചാൽ കോടതി വിടൂലേ? ഇവനെ ഇനി വെച്ചേക്കരുത്. വെച്ചാൽ അവൻ നാളെ പിറ്റേന്നു പെൺകുട്ടികളെ തള്ളമാരെ അമ്മമാരെ എല്ലാരെയും ഓൻ ചെയ്യാൻ പോണതാണ്. ഇനി ഓനെ വെച്ചേക്കരുത്. കൊടും കുറ്റവാളിയായ മുജീബ് മറ്റൊരു കേസിൽ ജാമ്യത്തിലിറങ്ങിയത് ജനുവരി 21. ആഴ്ചകൾക്കുള്ളിലാണ് പേരാമ്പ്രയിൽ കവർച്ചയ്ക്കിടെ അനു എന്ന യുവതിയെ മുജീബ് ക്രൂരമായി കൊലപ്പെടുത്തിയത്. 100-ലധികം CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം നടത്തി. ഒടുവിൽ കൊണ്ടോട്ടിയിലെ ഒളിസങ്കേതം പോലീസ് കണ്ടെത്തി. വീട് വളഞ്ഞ പോലീസ് സാഹസികമായാണ് മുജീബിനെ കീഴ്പ്പെടുത്തിയത്. ഓട് പൊളിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ച മുജീബ് പോലീസ് ഉദ്യോഗസ്ഥനെ വെട്ടിപ്പരിക്കേൽപ്പിക്കുകയും ചെയ്തു. 24 കോഴിക്കോട്. ഫോക്കസ് പൂർണ്ണമാകുന്നു. നമസ്കാരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.